അപ്പോൾ ഒരു വാട്സാപ്പ് ഉപയോഗിക്കാത്ത ഒരു പിതാവിന് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അതിലൂടെ എന്ത് വന്നു എന്ന് അറിഞ്ഞുകൂടാ, അതെങ്ങനെ ദുരുപയോഗം അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന അറിഞ്ഞുകൂടാ, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾക്ക് അതേക്കുറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിന്റെ നന്മ എന്താണെന്ന് അറിഞ്ഞാലല്ലാണ്ട് അതിന് നമുക്ക് അതേക്കുറിച്ചൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ. അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് തന്നെ ഒരു ഉദാഹരണം, ഒരു 5-8 കൊല്ലം മുമ്പാണ്. അന്ന് വാട്സാപ്പ് ഒന്നും ഇത്രയില്ല. അപ്പൊ അന്ന് യൂട്യൂബ് ഒന്നുമില്ല. ഞാൻ തന്നെ അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. ഞാൻ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കുർബാനയ്ക്ക് പോവാണ്, ഇത് UP സ്കൂള്. അപ്പൊ എനിക്കറിയാം, ഞാൻ എൻ്റെ ഭാഷ ഉപയോഗിച്ച് ഹോമിൽ പറഞ്ഞ അവർക്ക് തിരിയല്ല. അന്ന് വലയെറിയുന്ന ഉപമയായിരുന്നു, കടലിലേക്ക് ആഴത്തിലേക്ക് വലയെറിയ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോകുന്നതിന് മുമ്പായിട്ട് കുറെ ഇതൊക്കെ തപ്പി നെറ്റിൽ നിന്ന് കുറച്ച് ചിത്രമൊക്കെ എടുത്ത് ചെറിയ വീഡിയോ ഒക്കെ ആക്കി ഒരു 15-20 മിനിറ്റത്തെ ഒരു വീഡിയോ, എൻ്റെ പ്രൊജക്ടർ എല്ലാം ഉണ്ട്, ഞാൻ തന്നെ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി പള്ളിയുടെ അൾത്താരയുടെ മുമ്പിൽ ഒരു സ്ക്രീൻ പോലെ തുണിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല അവരോട്. അതിനകത്ത് വേർഡ്സ് അധികമൊന്നുമില്ല, ഡയലോഗൊന്നുമില്ല, ഒരു ചിത്രം, ഈ മൂവി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുർബാന ചൊല്ലി, പിള്ളേരെല്ലാം കൂടി കുർബാന കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് വീണ്ടും പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ പിള്ളേർ വളരെ കൃത്യമായിട്ട് അതിന്റെ മെസ്സേജ് പറഞ്ഞു എന്നോട്. ഞാനൊരു വാക്കുപോലും അവരോട് പറഞ്ഞില്ല. ഈ മൂവിയിൽ ഒരു സ്വരവും ഇല്ലായിരുന്നു, പക്ഷെ മ്യൂസിക് ഉണ്ടായിരുന്നു. എങ്ങനെ അവർ മനസ്സിലാക്കി? അതാണ് ഇന്നത്തെ കുട്ടികളുടെ സെൻസ്. ഈ വിഷ്വലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. കാരണം അവരങ്ങനെയാണ് സ്കൂളിൽ കൂടെ വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ വേദപാഠത്തിന് അങ്ങനെ ഗെയിംസ് ഉണ്ടാക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട്, ഞാൻ എൻ്റെ ഒരു മരുമോനുണ്ട്, അവൻ ഈ വീഡിയോ ഗെയിംസ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവന്. അവനോട് ഞാൻ 10-14 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഈ 10 പ്രമാണങ്ങൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് നീ ഒരു വീഡിയോ ഗെയിം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അവനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പിള്ളേർക്ക് ഈ വീഡിയോ ഗെയിം കളിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാകില്ല. അവർ വേണം ദിവസം മുഴുവൻ കളിച്ചു. ആ മെസ്സേജ് ഉള്ളിലേക്ക് കയറി. ഒരിക്കൽ ഞാൻ ഒരു വീഡിയോ ഗെയിം കണ്ടപ്പോൾ അതിനകത്ത് ഇതാണ് പോയിന്റ്സ് കിട്ടണം. അതിനകത്ത് ആ പോയിന്റ്സ് കിട്ടുന്നത് ഈ സിസ്റ്റേഴ്സിനെ കൊല്ലുന്നതാണ്. അതിന്റെ എത്ര സിസ്റ്റേഴ്സിനെ കൊന്നു അതാണ് അവരുടെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ വരുന്നൊരു കുട്ടി എന്താ ചെയ്യുക? ഞാൻ റോമില് ഇവിടെ പായപ്പിനെ ഒരുക്കാൻ അവിടെ ചെന്നപ്പോൾ നടന്നു പോകാം റോട്ടിൽ കൂടെ. അപ്പോൾ ഒരു ഫ്ലാറ്റിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു കൊച്ച് പെട്ടെന്നൊരു ഈ കളിത്തോക്കായിട്ട് ചാടി വീണ എന്റെ നേരെ വെടിവെക്കാണ്. അതിന്റെ കാരണം എന്താ? അവൻ എവിടെ വീഡിയോ ഗെയിമിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ളൊരു വെടിവെക്കുന്നത്. അപ്പോ ഈ ടെററിസ്റ്റ് അങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മക്കളെ ദൈവവിശ്വാസത്തിലേക്ക് വളർത്താനും ഒക്കെ ഉപകരിക്കുന്നത്. അത് തന്നെയാണ്. കാരണം പിള്ളേർ ആ ഒരു മെത്തഡോളജിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മുടെ പിള്ളേർ ഈ ക്രിക്കറ്റ് കാണുന്നവരാണ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ക്രിക്കറ്റിന്റെ ഇത് എറിയുന്നതായിട്ടും ബാറ്റ് ഇല്ലേ, ബോൾ എറിയുന്നതായിട്ടൊക്കെ അവർ അഭിനയിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? ചില കൊച്ചുകുട്ടികൾ നൃത്തം പഠിക്കുന്നവരാണെങ്കിൽ അവർ അതിന്റെ ചുവടുകളൊക്കെ വെച്ചായിരിക്കും പോവുക. അപ്പോൾ ഇതിവരെ വല്ലാതെ സ്വാധീനിക്കും. ഇത് തന്നെയാണ് ഈ ഗെയിംസിൽ സംഭവിക്കുക. അതുകൊണ്ട് എൻ്റെ ചിന്തയിൽ ഒരു മിനിമം ഒരു 4 ക്ലാസ് വരെയെങ്കിലും ഈ ടെക്സ്റ്റ് ഇല്ലാതെ ഈ രീതിയിൽ വേണമെന്നുള്ളതാണ് എൻ്റെ. പക്ഷെ അന്നേരം അതിനൊരുപാട് എക്സ്പെർട്ടീസ് ആവശ്യമുണ്ട്, റിസർച്ച് ആവശ്യമുണ്ട്, ചൈൽഡ് സൈക്കോളജി അറിയണം, കാശും വേണം. അപ്പൊ നമുക്ക് ഈ സമ്പത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും മറ്റു പല കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ പുതിയ പള്ളികൾ പണിയുമ്പം ഞാൻ ഓർക്കാറുണ്ട്, 1-2 പള്ളി ഞാൻ പറഞ്ഞു, പക്ഷെ നടന്നില്ല. നമ്മുടെ മധുവക്കാട് മുകളിൽ 2 വശത്തോട്ട് വലിയ 2 സ്ക്രീനുകൾ. അപ്പൊ LED സ്ക്രീനോ അല്ല, നമ്മുടെ TV സ്ക്രീൻ തന്നെയെങ്കിലും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കുർബാനയ്ക്ക് മുമ്പും അതിനിടയിലും അതിന് ശേഷമൊക്കെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനായിട്ട് ഈ കാണുന്ന എപ്പോഴും അവരുടെ മനസ്സ് നിൽക്കും. അതുപോലെ നമ്മുടെ സെമിനാരികളിലും ഈ ഫോർമേഷൻ ഹൗസിൽ ഞാൻ പറയാറുണ്ട് റിലീജിയസിന്റെ, നിങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കി ഒരു സങ്കീർത്തനം എടുത്തിട്ട് അതിനൊരു വിഷ്വൽ ഉണ്ടാക്കാൻ പറയുക. ഒരു മൂവി പോലത്തെ ചെറിയൊരു തരം വീഡിയോ. അത് രാവിലെ അവരുടെ ധ്യാന സമയത്ത് ആ കുട്ടി തന്നെ അത് പ്രൊജക്റ്റ് ചെയ്ത് വ്യാഖ്യാനിക്കട്ടെ. ഇവർ വളരെ നന്നായിട്ട് പഠിച്ചു വരും. പക്ഷെ അതിലേക്കൊന്നും പോകാനുള്ള ഒരു മനസ്സോ ഒരു പരിശീലനമോ ഒന്നും നമ്മുടെ ഈ സഭാതലങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ സഭ മാറേണ്ടതല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ മാറിക്കഴിഞ്ഞു. കാരണം സഭയിലെ ആൾക്കാരാണല്ലോ മാറുന്നത്. ആളുകൾ മാറിക്കഴിഞ്ഞു. മാറാത്തത് സഭ നേതൃത്വമാണ്. ഈ നേതൃത്വം മാറിയാൽ ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറുള്ളൂ. അത് വലിയൊരു പരാജയം, ഒരു പരാധീനതയായിട്ട് ഞാൻ കാണുന്നുണ്ട്.